Hi all, welcome to Entri Cooperative Banking. ഞാൻ ജിസ്ന. അപ്പോൾ നമ്മുടെ CSEയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും അയച്ചു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് നിമിഷത്തേക്ക് നിൽക്കരുത്, എല്ലാവരും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. സൈറ്റ് ഹാങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ബാങ്കിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആരാണ് ഒരു കസ്റ്റമർ എന്ന് നമുക്കറിയാം. കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം ആരാണ് ഒരു കസ്റ്റമർ. The term customer of a bank is not defined by law. അപ്പോൾ ഒരു കസ്റ്റമറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ലോ. നിയമത്തിൻ്റെ കീഴിൽ ഒരു കസ്റ്റമറിനെ നമ്മൾ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, so ordinarily a person who has an account in a bank is considered its customer. പക്ഷേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് അയാളെ നമ്മൾ ഒരു കസ്റ്റമറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. There is no statutory definition of customer, and so one has to refer the decision of the court in order to discover the principle which determines whether or not a person is a customer. നമുക്ക് എന്തെങ്കിലും കേസുകളൊക്കെ വരുവാണ് അയാൾ ബാങ്കിൻ്റെ കസ്റ്റമർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോർട്ടിൻ്റെ ഡിസിഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അത്രയൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. ബാങ്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ ബാങ്കിൽ വന്ന് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ അയാളെ ഒരു കസ്റ്റമറാണ് എന്ന് പറയുന്നത്. ഓക്കെ, എ കസ്റ്റമർ ഓഫ് എ ബാങ്ക് നീഡ് നോട്ട് നെസസറിലി ബി എ പേഴ്സൺ. ഒരു വ്യക്തിയാവണം എന്ന് നിർബന്ധമില്ല. ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വ്യക്തി തന്നെയാവണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് മേ ബി എ ഫേം, ഒന്നുകിൽ ഒരു ഫേം ആവാം, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആവാം, എ സൊസൈറ്റി, ഒരു സൊസൈറ്റി ആവാം, ഓർ എനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി മേ ബി എ കസ്റ്റമർ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആവാം. അപ്പോൾ അതാണ് ഒരു കസ്റ്റമർ. ദസ് ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കസ്റ്റമർ എ പേഴ്സൺ ഷുഡ് സാറ്റിസ്ഫൈ ടു കണ്ടീഷൻസ്. മെയിനായിട്ട് 2 കണ്ടീഷൻസ് ഫോളോ ചെയ്യാം. ഹി ഷുഡ് ഹാവ് ആൻ അക്കൗണ്ട് വിത്ത് ദ ബാങ്ക് വെദർ ഫിക്സ്ഡ് സേവിങ്സ് ഓർ കറണ്ട്. അയാൾക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതെന്തായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫിക്സ്ഡ് ആവാം, സേവിങ്സ് ആവാം, കറണ്ട് ആവാം, എന്ത് തന്നെയായാലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്കൗണ്ട് ബാങ്കിൽ ഉണ്ടായിരിക്കണം. ദെൻ ദ ഡീലിങ്സ് ഷുഡ് ബി ഓഫ് ബാങ്കിങ് നേച്ചർ. ഡീലിങ്സ് ബാങ്കിങ് നേച്ചറിൽ ഉള്ളതായിരിക്കണം. സോ ഹീ ഈസ് കൺസിഡേർഡ് ആസ് എ കസ്റ്റമർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ്? സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ആരെയാണ് നമ്മൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് വിളിക്കുന്നത്? നമ്മൾ ബാങ്കിൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ബാങ്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഭാഗങ്ങളുണ്ട്. ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കോഷ്യസ് ആയിട്ടിരിക്കുക, അല്ലേ, ശ്രദ്ധാലു ആവുക എന്ന് പറയും. ഇവരുടെ പേരിലൊക്കെ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ബാങ്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണി കിട്ടുന്നൊക്കെ പറയില്ലേ, ഇവരായിട്ട് കറക്റ്റായിട്ട് ഡീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന് പണി കിട്ടുന്ന കുറച്ച് വിഭാഗങ്ങളാണ് ഇത്. ഓക്കെ, അപ്പോൾ അതാരൊക്കെയാണ് ഈ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ വരുന്നത് എന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് മൈനർ. ഓക്കെ, മൈനർ ആരാണ് ഒരു മൈനർ? അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, 1872 ഇന്ത്യൻ കോൺട്രാക്റ്റ് അനുസരിച്ചിട്ട് ദ പേഴ്സൺ ഹൂ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഹൂസ് ഏജ് ഈസ് ബിലോ 18 ഈസ് കൺസിഡേർഡ് ആസ് എ മൈനർ. ഇന്ത്യൻ സിറ്റിസണും 18 വയസ്സിൽ താഴെയുമുള്ള ഒരാളെ നമുക്ക് എന്ത് വിളിക്കാം? മൈനർ എന്ന് വിളിക്കാം. Okay, also Indian Majority Act 1875 states that the majority for all persons in India is 18 years. Majority Act 1875 അനുസരിച്ചിട്ട് 1875 അനുസരിച്ചിട്ട് ഒരു വ്യക്തി മേജർ ആവണം എന്നുണ്ടെങ്കിൽ അയാളുടെ വയസ്സ് 18 ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ മെജോറിറ്റി ആക്റ്റിലും ഒരു വ്യക്തി മേജർ ആവണമെങ്കിൽ 18 വയസ്സ് തികയണം എന്ന് പറഞ്ഞു. കോൺട്രാക്റ്റ് ആക്റ്റിൽ 18 വയസ്സിൽ താഴെയുള്ള ആളെയാണ് മൈനർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. മെജോറിറ്റി ആക്റ്റിൽ 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അയാളെ മേജറായിട്ട് കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞു. രണ്ടും സെയിം തന്നെയാണ്, അല്ലേ? ഓക്കെ, the minor should be some minimum age of 10 years or above.
നമുക്ക് മൈനറുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മൈനർ എന്നും പറഞ്ഞു. പക്ഷേ 10 വയസ്സിന് മുകളിലായിരിക്കണം ഒരു മൈനർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ. ഓക്കെ, എ മൈനർ ക്യാൻ ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് എലോങ് വിത്ത് ഗാർഡിയൻ. ഗാർഡിയനോടൊപ്പമാണ് മൈനർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഗാർഡിയൻ, നാച്ചുറൽ ഗാർഡിയൻ ഉണ്ട്, ലീഗൽ ഗാർഡിയൻ ഉണ്ട്, ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ ഉണ്ട്. 3 തരത്തിലുള്ള ഗാർഡിയനാണ് ഉള്ളത്. എന്തൊക്കെയാണ്? നാച്ചുറൽ ഗാർഡിയൻ ഉണ്ട്, ലീഗൽ ഗാർഡിയൻ ഉണ്ട്, ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ ഉണ്ട്. നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ബൈ ബർത്ത് ഒരാൾ ബൈ ബർത്ത് മൂലം ഗാർഡിയൻ ആവുന്നതാണ് നാച്ചുറൽ ഗാർഡിയൻ. ലീഗൽ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ ഗാർഡിയനെ കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹീ ഈസ് കൺസിഡേർഡ് ആസ് ലീഗൽ ഗാർഡിയൻ. ദെൻ മൂന്നാമത്തെ വരുന്നതാണ് ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ. ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ മീൻസ് നിങ്ങൾ വിൽപത്രങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? വിൽപത്രം എന്ന് വെച്ചാൽ എന്താണ്? തൻ്റെ മരണശേഷം ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുന്നതാണ് വിൽപത്രങ്ങൾ. അപ്പോൾ ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരാളുടെ വിൽപത്രപ്രകാരമാണ് ഗാർഡിയൻ ആവുന്നത്. ദാറ്റ് ഈസ് ഒരാൾ മരിക്കണേക്കാളും മുമ്പായിട്ട് മരണം മുന്നിൽ കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കുകയാണ് തൻ്റെ മരണശേഷം തൻ്റെ കുട്ടീനെ ഇന്നാൾ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗാർഡിയനെയാണ് ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ചൈൽഡ് വിത്ത് ദ ഏജ് ബിറ്റ്വീൻ 10 and 18 can operate the account himself. 10 വയസ്സിന് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് തനിയെ ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. But if the child is below 10 years, the account has to be jointly operated with his guardian. 10 വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അക്കൗണ്ട് സ്വയമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് വേണം? ഗാർഡിയനാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കുക. ദ ബാങ്ക് റെക്കോർഡ്സ് ദ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദി മൈനർ. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാറുണ്ട്. ദെൻ ഷുഡ് ബി ലിറ്ററേറ്റ്. 10 വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആ കുട്ടിക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് പറയുന്നുണ്ട്? ലിറ്ററേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ നോ ഓവർ ഡ്രാഫ്റ്റ് ഈസ് അലൗഡ് ഇൻ സച്ച് അക്കൗണ്ട്. മൈനർ അക്കൗണ്ടുകളിൽ എന്ത് അലൗ ചെയ്യാറില്ല? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അലൗ ചെയ്യാറില്ല. Then 2 minors cannot open a joint account. So ഇതെല്ലാം നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2 നമുക്കറിയാം ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അതിലധികമോ വ്യക്തികൾ കൂടി ചേർന്നിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെയാണ് ജോയിൻ്റ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. പക്ഷേ മൈനറുടെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 മൈനേഴ്സ് കൂടി ചേർന്നിട്ട് ഒരിക്കലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ മൈനർ കനോട്ട് ഓപ്പൺ കറണ്ട് അക്കൗണ്ട്. മൈനർക്ക് എന്ത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല? കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കറണ്ട് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ബിസിനസ് അല്ലേ, ട്രേഡിംഗ് പേഴ്സൺസ് ആണ് സാധാരണ കേസിൽ കറണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത്. മൈനർക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ദെൻ ബാങ്ക് വിൽ ഓഫർ ചെക്ക് ബുക്ക്, ATM കാർഡ് എക്സെട്ര ടു എ മൈനർ അക്കൗണ്ട്. മൈനർ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ബുക്ക് കൊടുക്കുന്നുണ്ട്, ATM കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ as per NI Act, a minor can draw, endorse a check and bill, but he will not be liable for any loss in that cases. ഒരു മൈനർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ഡ്രോ ചെയ്യാം, എൻഡോഴ്സ് ചെയ്യാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ബട്ട് എന്താ പറയുന്നത്? ഹി വിൽ നോട്ട് ബി ലയബിൾ. ആൾ ലയബിൾ ആയിരിക്കില്ല. എന്താണ്? അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മൈനർക്ക് യാതൊരു വിധത്തിലുള്ള ബാധ്യതയും ഉണ്ടായിരിക്കില്ല. സാധാരണ ചെക്കാണെന്നുണ്ടെങ്കിൽ ചെക്ക് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ ആരാണോ ഡ്രോ ചെയ്ത് അല്ലെങ്കിൽ ചെക്കിൻ്റെ മേക്കർ ആരാണ് അവർക്ക് ലയബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ലയബിലിറ്റി ഉണ്ട്. ബട്ട് ഇഫ് ഹീസ് എ മൈനർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള കേസും അയാൾക്കെതിരെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ദെൻ a minor can act as an agent but he cannot appoint an agent. മൈനർക്ക് എന്ത് ചെയ്യാം? ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. ബട്ട് മൈനർ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലാക്കുക, മൈനർക്ക് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാം. ഹി ക്യാൻ ആക്ട് ആസ് ആൻ ഏജൻറ്റ് ബട്ട് എ മൈനർ cannot appoint an agent.
Then, minor cannot make a nomination, but he can become a nominee. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് മൈനർക്ക് നോമിനേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നോമിനേഷൻ ഫെസിലിറ്റി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ മൈനർ അക്കൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ മൈനറിന് നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ മൈനറെ നോമിനിയാക്കി നമുക്ക് വെക്കാം. Then a minor can be admitted as a partner. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് മൈനറെ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണറാക്കാം. According to Indian Contract Act, minor cannot enter into a valid contract. മൈനറിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, പക്ഷെ എന്താ പറയുന്നത്, വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് void ab initio. അതെന്താണ് void ab initio എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അത് ക്യാൻസലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ല. കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടാം, ബട്ട് അത് ഇൻവാലിഡ് ആണ്, void ab initio ആണ് മൈനറുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ മൈനർ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇല്ലിട്രേറ്റ് പേഴ്സൺ. ഇല്ലിട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇല്ലിട്രേറ്റ് പേഴ്സൺസ് കനോട്ട് സൈൻ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. അവർക്ക് സൈൻ ചെയ്യാനും പറ്റില്ല, അവരുടെ പേര് എഴുതാനും കഴിയാത്ത ആൾക്കാരെയാണ് സാധാരണ കേസിൽ ഒരു ഇല്ലിട്രേറ്റ് പേഴ്സണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അപ്പോൾ നമ്മൾ പറഞ്ഞു അവർക്ക് എഴുതാനും പറ്റില്ല, വായിക്കാനും അറിയില്ല. ദെൻ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ബാങ്കുകൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് അവരെ ഒരു കസ്റ്റമറായിട്ട്, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ദ ഡെപ്പോസിറ്റേഴ്സ് തമ്പ് ഇംപ്രഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഇൻ ദ പ്രസൻസ് ഓഫ് പ്രിഫറബിളി 2 persons who are known to the bank and who have to certify that they know the depositor. അപ്പോൾ സൈൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരുടെ തമ്പ് ഇംപ്രഷനാണ് ബാങ്കുകൾ സിഗ്നേച്ചറിന് പകരം ഇൻ ലിeu ഓഫ് സിഗ്നേച്ചർ ആക്സെപ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ എവിടേക്കാണ് അതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഇൻ ദ പ്രസൻസ് ഓഫ്, ഇവിടെ തമ്പ് ഇംപ്രഷൻ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് 2 ആൾക്കാരുടെ പ്രസൻസോട് കൂടി വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. 2 ആൾക്കാരെന്ന് പറയുമ്പോൾ ബാങ്കിന് അറിയാവുന്ന 2 ആൾക്കാരും. ഓക്കെ, ഇല്ലിട്രേറ്റ് പേഴ്സൺ ഹു കനോട്ട് സൈൻ ആർ അലൗഡ് ടു ഓപ്പൺ ഓൺലി സേവിങ്സ് അക്കൗണ്ട് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. സൈൻ ചിലവരുണ്ട് ഇല്ലിട്രേറ്റ് പേഴ്സൺ ആയാലും സൈൻ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ അല്ലേ? സൈൻ ചെയ്യാൻ മാത്രം പഠിച്ചു വയ്ക്കുന്ന ആൾക്കാരുണ്ട്. പണ്ട് കാലത്തെ അച്ചച്ചന്മാരും അമ്മമ്മമാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, പക്ഷേ ദേ ക്യാൻ സൈൻ. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ സൈൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാങ്ക് സാധാരണ കേസിൽ FD അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും മാത്രമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നത്. ദെൻ ഇല്ലിട്രേറ്റ് പേഴ്സൺ വിൽ നോട്ട് ബി അലൗഡ് ടു ഓപ്പറേറ്റ് ഹിസ് അക്കൗണ്ട് ത്രൂ ഇഷ്യൂ ഓഫ് ചെക്ക്. ചെക്ക് വെച്ചിട്ട് സാധാരണ കേസിൽ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല ഇല്ലിട്രേറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദ ഡെപ്പോസിറ്റേഴ്സ് ഫോട്ടോഗ്രാഫ് ഈസ് അഫിക്സ്ഡ് ടു ദ ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് ഓൾസോ ടു ദ സേവിങ്സ് പാസ്ബുക്ക് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. ഫോട്ടോഗ്രാഫ് 2 വാങ്ങിച്ചു വെച്ചിട്ട് ഒരെണ്ണം ആളുടെ ലെഡ്ജർ അക്കൗണ്ടിലും ഒരെണ്ണം നമുക്കറിയാം നമ്മുടെ പാസ്ബുക്കിലും അറ്റാച്ച് ചെയ്ത് വെക്കാറുണ്ട്. എനി വിഡ്രോവൽ റീപേയ്മെൻറ്റ് ഓഫ് ദ ഡെപ്പോസിറ്റ് എമൗണ്ട് ആൻഡ് ഓൾസോ ഓർ ഇൻട്രസ്റ്റ് ബൈ വേ ഓഫ് വിഡ്രോവൽ ഫോം ഓർ അതർവൈസ് ഷുഡ് സിമിലർലി ബി അഫിക്സ്ഡ് വിത്ത് ദ തമ്പ് ഇംപ്രഷൻ ഓർ മാർക്ക് ഓഫ് ദ ഡെപ്പോസിറ്റ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? എവിടെയൊക്കെ സിഗ്നേച്ചർ ആവശ്യമുണ്ടോ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? തമ്പ് ഇംപ്രഷൻ അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ബാങ്ക് അക്കൗണ്ട് ഓഫ് വിഷ്വലി ഇംപെയർഡ്. 3ാമത്തെ വിഭാഗമാണ് വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. വിഷ്വലി ഇംപെയർഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബ്ലൈൻഡ് പേഴ്സൺസ് അല്ലേ? കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരുടെ പേര്. ഇവരും ഒരു സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്ലൈൻഡ് പേഴ്സൺ ക്യാൻ ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ഇൻ എ ബാങ്ക്. കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർക്കും വേണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. Signature or thumb impression of a blind person in the account opening form to be witnessed by person who should certify that the contents of the account opening form were explained to the blind person in his presence. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ ഇല്ലിട്രേറ്റ് പേഴ്സൻ്റെ പോലെ തന്നെ തമ്പ് ഇംപ്രഷൻ തന്നെയാണ് ഇവിടെ അറ്റാച്ച് ചെയ്യാറുള്ളത്. ഇവിടെ ഒരു കേസ് സ്പെസിഫൈ ചെയ്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ എല്ലാ കാര്യങ്ങളും
താൻ വായിച്ച് കേൾപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതൊരാൾ അവിടെ സർട്ടിഫൈ ചെയ്യണം എന്നും കൂടെ പറയുന്നുണ്ട്. കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തമ്പ് ഇംപ്രഷൻ അറ്റാച്ച് ചെയ്യാറുണ്ട്. പക്ഷേ തമ്പ് ഇംപ്രഷൻ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് വേണം, ഈ അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിലുള്ള കാര്യങ്ങളെല്ലാം മറ്റൊരാൾ തന്നെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളെ വായിച്ച് കേൾപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തേർഡ് പേഴ്സൺ അവിടെ ഒരു അക്നോളജ് ചെയ്യുകയും വേണം. The sign may be authorized by the bank officer and witness known to the bank, both the bank and the blind person. അതേപോലെ തന്നെ സൈൻ ഓഥറൈസ് ചെയ്തിരിക്കണം, ബാങ്ക് ഓഫീസർ ഓഥറൈസ് ചെയ്തിരിക്കണം. Then he should always visit the branch for cash withdrawal. പൈസ വിഡ്രോ ചെയ്യാനായിട്ട് ബാങ്കിലേക്ക് ചെല്ലാം. Then as per all banking facilities including net banking, ATM, checkbook, locker facility, loans to be offered to visually challenged customers without discrimination. സാധാരണ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് കിട്ടുന്ന പോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ഒരാൾക്ക് അവൈലബിൾ ആണ്. A blind person can also open a joint account with a second blind or non-blind person as normal procedure. ഇപ്പോൾ നമ്മൾ മൈനറിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മൈനേഴ്സിന് കൂടി ചേർന്നിട്ട് ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ ഹി ക്യാൻ സ്റ്റാർട്ട് എ ജോയിൻറ്റ് അക്കൗണ്ട് മറ്റൊരു കണ്ണ് കാണാൻ പറ്റാത്ത വ്യക്തിയുമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരാളുമായിട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആർക്ക് തുടങ്ങാം, ബ്ലൈൻഡ് പേഴ്സണ് തുടങ്ങാം. അപ്പോൾ അത്രയാണ് ബ്ലൈൻഡ് പേഴ്സൺസിൻ്റെ കേസിൽ നോക്കാനുള്ളത്. ദ നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ട്സ് ഓഫ് മാരീഡ് വുമൻ. കല്യാണം കഴിഞ്ഞ ലേഡീസിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം? കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് എന്താണ് പ്രത്യേകത? നമുക്ക് നോക്കാം. The present banking practices shows that married women are no longer a special case. സാധാരണ കേസിൽ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കേസ് ഒന്നുമല്ല, എങ്കിലും ബാങ്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Married women can open and operate her account individually. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ജോയിൻ്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല, ഇൻഡിവിജ്വലി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. Before granting a loan, the banker should ensure that she has enough personal property in her name to cover the loan account. ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലോൺ എടുക്കുന്ന കേസിൽ അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ലോൺ എടുക്കുന്ന കേസിൽ ആ ലേഡിയുടെ പേരിൽ സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഉണ്ടോയെന്ന് ബാങ്ക് എൻഷുർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു ലേഡിയുടെ ഹസ്ബൻഡ് മാരീഡ് വുമൺ ആണ്, ആളുടെ ഹസ്ബൻഡിൻ്റെ പേരിൽ ധാരാളം അസറ്റ് ഉണ്ട്, ധാരാളം പ്രോപ്പർട്ടി ഉണ്ട് എന്ന് വെച്ചിട്ട് ഹസ്ബൻഡിൻ്റെ അസറ്റ് വെച്ചിട്ട് ഒരിക്കലും വൈഫിന് ലോണ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിന് ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ പേരിൽ സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ വൈഫിന് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. The banker should not grant an advance to a married woman on the security of her husband's asset without his prior consent. ഹസ്ബൻഡിൻ്റെ സെക്യൂരിറ്റി വെച്ചിട്ട് ഒരിക്കലും ലോൺ എടുക്കാനായിട്ട് വൈഫിന് പറ്റില്ല. അങ്ങനെ എങ്ങാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഹസ്ബൻഡിൻ്റെ പ്രയർ പെർമിഷനോട് കൂടി മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ലോൺ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഹസ്ബൻഡ് ഈസ് നോട്ട് ലയബിൾ ഫോർ റീപേയ്മെൻറ്റ് ഓഫ് എനി ലോൺ ടേക്കൺ ബൈ ഹെർ വൈഫ്. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡ് ഒരിക്കലും ലയബിൾ ആയിരിക്കില്ല. എന്തിനു വേണ്ടിയിട്ട്? ആളുടെ വൈഫ് ലോൺ എടുത്തിട്ടുണ്ട്, അത് തിരിച്ചടച്ചില്ല എന്ന് വെച്ചിട്ട് ബാങ്കിന് ഒരിക്കലും ഹസ്ബൻഡിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഹസ്ബൻഡ് ചോദിക്കും, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ലോൺ കൊടുത്തത്? എൻ്റെ അസറ്റ് വെച്ചിട്ട് ലോൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ പെർമിഷൻ വേണം. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഹസ്ബൻഡിനോട് ചോദിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാങ്ക് ഒരു മാരീഡ് വുമണ് ലോൺ കൊടുക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിന് കൂടുതൽ അസറ്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരിക്കലും ലോൺ കൊടുക്കാൻ പറ്റില്ല. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ലോൺ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ.
ദ നെക്സ്റ്റ് വൺ പർദാനാഷിൻ ലേഡീസ്. പർദാനാഷിൻ ലേഡീസ് എന്ന് പറയുമ്പോൾ എന്താണ്? പർദ്ദ ധരിക്കുന്ന ലേഡീസ് അല്ലേ. പർദ്ദ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിജാബാണ് ഉദ്ദേശിച്ചത്. കണ്ണ് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ പർദ്ദ ധരിക്കുന്ന ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമത്തെ കാര്യം, പർദാനാഷിൻ ലേഡീസ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് എന്ന് പറയാനായിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ പർദ്ദ ഇല്ലാതെ പുറത്തിറങ്ങില്ല. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ദേ യൂസ് ദ ട്രഡീഷണൽ അല്ലേ, ട്രഡീഷണലായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ബാങ്കിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പറയണത്, ഇഫ് എനി പർദാനാഷിൻ വുമൺ എക്സിക്യൂട്ട്സ് മേക്ക് എനി കോൺട്രാക്ട് ദം, she should be accompanied with any male member of her family, otherwise her contract is invalid. അപ്പോൾ ബാങ്കിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇന്ന ആളാണ് വന്നിരിക്കുന്നത് എന്നറിയാൻ പറ്റില്ല. സോ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവരെ അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ അറിയുന്ന വീട്ടിലെ ആരെങ്കിലും മെയിൽ മെമ്പർ അക്കമ്പനി ചെയ്യണം. അത് ഇന്ന ആളാണെന്ന് ഉറപ്പും കൊടുക്കണം, അതേപോലെ തന്നെയുള്ള പ്രൂഫും കൊടുക്കണം എന്നുള്ളതാണ് പർദാനാഷിൻ ലേഡീസിൻ്റെ കേസിൽ ബാങ്ക്സ് പറയുന്നത്. Then trust account. A trust is generally created by a trust deed and all concerned matters are governed by the Indian Trust Act 1882. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചാരിറ്റബിൾ ട്രസ്റ്റ്, അതുപോലെ തന്നെ അമ്പലങ്ങളുടെ പേരിൽ പള്ളികളുടെ പേരിലൊക്കെ ട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ എ ട്രസ്റ്റ് ഡീഡ്. ട്രസ്റ്റ് ഡീഡ് പ്രകാരം ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രസ്റ്റിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് ട്രസ്റ്റ് ഡീഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഒരു സംഭവമാണ് ട്രസ്റ്റ് ഡീഡ് വിച്ച് കണ്ടെയ്ൻസ്. ട്രസ്റ്റ് ഡീഡിൽ എന്തൊക്കെ ഉണ്ടാവും? വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ട്രസ്റ്റ്? ട്രസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്? ട്രസ്റ്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും? ആരാണ് ട്രസ്റ്റിൻ്റെ ബെനഫിഷ്യറി? ബെനഫിഷ്യറി എന്ന് പറയുമ്പോൾ എന്താണ്? ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത് അവരെയാണ് നമ്മൾ ബെനഫിഷ്യറി എന്ന് പറയുന്നത്. സോ അപ്പോൾ ആരാണ് ബെനഫിഷ്യറി? എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഈ ട്രസ്റ്റിലെ മെമ്പേഴ്സിനെ നമ്മൾ ട്രസ്റ്റി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ട്രസ്റ്റിയുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ട്രസ്റ്റ് ഡീഡ്. ഓക്കെ, അപ്പോൾ ബാങ്ക് ആദ്യം തന്നെ ട്രസ്റ്റ് ഡീഡ് വാങ്ങിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് ഡീഡിൻ്റെ ഒരു കോപ്പി ബാങ്ക് വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രസ്റ്റ് ഡീഡിലാണ് എന്ത് എഴുതിയിട്ടുണ്ടാവുക? ഈ ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള അവകാശം. ട്രസ്റ്റിൽ 1-2 ആൾക്കാരായിരിക്കില്ല, ചിലപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ആരാണ് ബാങ്കിലെ കാര്യങ്ങൾ നോക്കുന്നത്? ദാറ്റ് ഈസ് വിഡ്രോവൽ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഇതെല്ലാം എവിടെയാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക? ട്രസ്റ്റ് ഡീഡിലാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. സോ അത് അറിയാൻ വേണ്ടിയിട്ടാണ്, അത് ഓഥറൈസ്ഡ് ആയിട്ടുള്ള ആൾ തന്നെയാണോ ബാങ്കിൽ വന്നിട്ട് കാര്യങ്ങൾ നോക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് ട്രസ്റ്റ് ഡീഡിൻ്റെ ഒരു കോപ്പി ആവശ്യപ്പെടുന്നത്. Then a banker should exercise extreme care while conducting the trust account to avoid committing breach of trust. അപ്പോൾ ട്രസ്റ്റിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിക്കോസ് അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിശ്വസിച്ച് തുടങ്ങുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ബാങ്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അതേപോലെ ട്രസ്റ്റി കനോട്ട് ഡെലിഗേറ്റ് ഹിസ് പവേഴ്സ് ടു അതർ ട്രസ്റ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രസ്റ്റിലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ ട്രസ്റ്റി എന്ന് പറയുന്നത്. സോ ഈ ട്രസ്റ്റ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഓരോ ട്രസ്റ്റീസിൻ്റെയും റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഈ ട്രസ്റ്റ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന ആൾ തന്നെയാണോ വന്നിരിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ് പൈസ വിഡ്രോ ചെയ്യാനുള്ള അധികാരം ആസ് പെർ ട്രസ്റ്റ് ഡീഡ്. ഓക്കെ, പക്ഷേ അയാൾ ട്രസ്റ്റ് ഡീഡിൽ ഓൾട്ടറേഷൻ ഒന്നും വരുത്താതെ ബിയോട് പറയാണ് നെക്സ്റ്റ് മന്ത് തുടങ്ങി നീ ബി ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കനോട്ട് ബി പോസിബിൾ. ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ? ഏൽപ്പിച്ചു കൊടുക്കുക. സോ ഇവിടെ പറയുന്നത് എക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള അധികാരം എക്കാണ് എങ്കിൽ എക്ക് ഒരിക്കലും തൻ്റെ പവർ മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എവിടെ ആൾട്ടറേഷൻ ചെയ്യണം? ട്രസ്റ്റ് ഡീഡിൽ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ അവിടെ ചേഞ്ച്
ബാങ്ക് അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും ഒരു ട്രസ്റ്റിയുടെ പവർ ഒരിക്കലും മറ്റൊരു ട്രസ്റ്റിക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ the funds in the name of the trust cannot be used in the trustee's account. That is, ഈ ട്രസ്റ്റിയുടെ നമ്മുടെ ട്രസ്റ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ട്രസ്റ്റിൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതേ ബാങ്കിൽ എക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ബിക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും, സിക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും അല്ലേ. ഇത് ട്രസ്റ്റിൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ്. അപ്പോൾ ബാങ്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ട്രസ്റ്റിൻ്റെ പേരിലുള്ള അക്കൗണ്ട് ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്ടിരിക്കാനായിട്ട് ബാങ്ക് ശ്രദ്ധിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ട്രസ്റ്റിൻ്റെ പേരിലുള്ള വേറെ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഇവരെല്ലാം ട്രസ്റ്റിലെ മെമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ട്രസ്റ്റിൽ വരുന്ന ഫണ്ട് ഒരിക്കലും അവരുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് ബാങ്ക് ഉറപ്പ് വരുത്തുക. അതാണ് ട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് നോക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പിൽ വരുന്നതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ദാറ്റ് ഈസ് HUF. ഓക്കെ, അപ്പോൾ എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതർവൈസ് നോൺ ആസ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, പ്രോപ്പർട്ടി, ബിസിനസ് ഓർ ancestral estates and its common possession, enjoyment ownership is the basis of the formation of HUF. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഹിന്ദു ഫാമിലികളിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ആസ് പെർ ഹിന്ദു ലോ, ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, സിഖ്സ് ആൻഡ് ജെയിൻസ് ക്യാൻ ഫോം HUF. ഇപ്പോൾ സാധാരണ കേസിൽ ഈ ഒരു സംഭവം നിലവിലില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികളെല്ലാം കൂടി ഒരൊറ്റ ഫാമിലിയിൽ റിട്ടേൺ ചെയ്യാണ് ചെയ്യുക. HUF പ്രോപ്പർട്ടി ഈസ് മാനേജ്ഡ് ബൈ എ സീനിയർ മെമ്പർ കോൾഡ് മാനേജർ ഓർ കർത്ത. ഇവിടെ വലിയ സാധാരണ കേസിൽ പരമ്പരാഗത സ്വത്തുക്കളുള്ള ടീംസാണ് ഇങ്ങനെ ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ സീനിയർ മെമ്പർ ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ, അക്കൗണ്ട് എല്ലാം ഡീൽ ചെയ്യുന്നത്. അയാളെ നമ്മൾ സാധാരണ കേസിൽ കർത്ത എന്നാണ് പറയാറുള്ളത്, കർത്ത. ഓക്കെ, ദെൻ upon the death of the കർത്ത, the next senior co-partner become കർത്ത. അപ്പോൾ കർത്ത മരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനെയാണ് നമ്മൾ കോ-പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കർത്ത മരിച്ചു കഴിഞ്ഞാൽ അടുത്ത സീനിയർ മെമ്പർ, അതായത് കോ-പാർട്ട്നേഴ്സിൽ അടുത്ത സീനിയർ മെമ്പർ ആരാണോ അയാളാണ് നെക്സ്റ്റ് കർത്തയായിട്ട് ഉണ്ടായിരിക്കുക. ജോയിൻറ്റ് ഓണേഴ്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആർ നോൺ ആസ് കോ-പാർട്ട്നേഴ്സ്. നമ്മൾ പറഞ്ഞു അതിലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോ-പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നത്. The HUF account is operated by Karta. Karta has the authority to borrow money for family necessities and for ancestral family business. കർത്തയ്ക്ക് മാത്രമാണ് ബാങ്കിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത്. അത് ബാങ്ക് ഉറപ്പുവരുത്തുക കർത്ത തന്നെയാണോ ബാങ്കിൽ വന്നിട്ട് അക്കൗണ്ടിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യുന്നത് എന്ന് ആര് ഉറപ്പുവരുത്തണം? ബാങ്ക് ഉറപ്പുവരുത്തുക. ഓക്കെ, ഡോക്യുമെൻറ്റ്സ് ആർ ടു ബി എക്സിക്യൂട്ടഡ് ബൈ കർത്ത. എന്ത് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലും അതിൽ സൈൻ ചെയ്യാനുള്ള മെയിൻ ഒരു ഉത്തരവാദിത്തം ആർക്ക് മാത്രമേ ഉള്ളൂ? കർത്തയ്ക്ക് മാത്രമാണുള്ളത്. അത് ബാങ്ക് എൻഷുർ ചെയ്യാം. ഓക്കെ, ദെൻ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് നെയിം, ദാറ്റ് ഈസ് ജോയിൻറ്റ് അക്കൗണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ജോയിൻറ്റ് അക്കൗണ്ട് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതാണ്. അപ്പോൾ ജോയിൻറ്റ് അക്കൗണ്ടുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടോ അതിലധികമോ ആൾക്കാർ കൂടി ചേർന്നിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജോയിൻറ്റ് അക്കൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് അക്കൗണ്ടുകൾ തന്നെ പലതരത്തിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എയ്തർ ഓർ സർവൈവർ. ഇതിൽ പറയണത് ഓൺലി 2 individuals ക്യാൻ ഓപ്പറേറ്റ് ദ അക്കൗണ്ട്. ഓൺലി 2 individuals. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടോ അതിലധികമോ ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് ജോയിൻ്റ് അക്കൗണ്ടുകൾ തുടങ്ങുക എന്ന് പറഞ്ഞു. ഇവിടെ ഓൺലി 2 individuals ക്യാൻ ഓപ്പറേറ്റ് ദ അക്കൗണ്ട്. ബോത്ത് ക്യാൻ ആക്സസ് ദ അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫർ ദ ഫണ്ട്. രണ്ടാൾക്കാർ കൂടി ചേർന്നിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ്. രണ്ടാൾക്കും തുല്യ അവകാശമാണ്. പൈസ വിഡ്രോ ചെയ്യാനായിക്കോട്ടെ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിക്കോട്ടെ, എന്തിനായാലും എയും ബിയും, ഫോർ എക്സാമ്പിൾ എയും ബിയും കൂടി ചേർന്നിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. എക്കും ബിക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. എന്തിനായാലും ഈക്വൽ റൈറ്റ്സ് ഉള്ള അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് എയ്തർ ഓർ സർവൈവർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ,
anyone or survivor. ഇവിടെ more than 2 individuals can operate the account. ഇവിടെ നമ്മൾ only 2 individuals ആണ്, 2 individuals മാത്രമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നത്. ഇവിടെ more than 2, രണ്ടിലധികം ആൾക്കാർ കൂടി ചേർന്നിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. In the case of death of anyone, the remaining survivors can operate the account. ഇവിടെ ഒരു 5 ആളുണ്ടെന്ന് വിചാരിക്കുക, ABCDE. ഓക്കെ, അപ്പോൾ ഇതിൽ ബി മരിച്ചു പോയെന്ന് വിചാരിക്കും. ഓക്കെ, ബട്ട് ഇവിടെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് പിന്നില്ല, ജോയിൻ്റ് അക്കൗണ്ടായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ, അത് സിംഗിൾ അക്കൗണ്ടായി. പക്ഷേ ഇൻ ദിസ് കേസ് എനിവൺ ഓർ സർവൈവറിൽ ഒരാൾ മരിച്ചുപോയി എന്ന് വെച്ചിട്ട് ഒരിക്കലും ആ അക്കൗണ്ടിനൊന്നും സംഭവിക്കുന്നില്ല. ദാറ്റ് സ്റ്റിൽ റിമെയിൻസ് ആസ് വിത്ത് ജോയിൻറ്റ് അക്കൗണ്ട്. എന്തുകൊണ്ടാണ്? ഒരാൾ മരിച്ചു എന്ന് വെച്ചിട്ട് ബാക്കി ആൾക്കാർ അവിടെ ഉണ്ട് അല്ലേ, അപ്പോൾ അവർ തീർച്ചയായും അതൊരു ജോയിൻ്റ് അക്കൗണ്ടായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ദാറ്റ് ഈസ് എനി വൺ ഓർ സർവൈവർ അക്കൗണ്ട്. ഓക്കെ, അപ്പം അക്കൗണ്ട്സ് ഇൻ ജോയിൻറ്റ് നെയിംസിൽ എനി വൺ ഓർ സർവൈവർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ വരുന്നതാണ് ഫോർമർ ഓർ സർവൈവർ. In this case, only the first account holder can access and operate the account till the time he or she alive. The second account holder can operate the account only on the death of the primary account holder. ഇവിടെയും 2 അക്കൗണ്ട് ഹോൾഡേഴ്സാണ് ഉണ്ടായിരിക്കുക. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 2 അക്കൗണ്ട് ഹോൾഡേഴ്സാണ് ഉണ്ടായിരിക്കുക. ഇവിടെ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ ഉണ്ട്, സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഫോർമർ ഓർ സർവൈവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഹി ക്യാൻ ആക്സസ് ദി അക്കൗണ്ട്. എല്ലാം എന്താ പറയുക, അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർക്കായിരിക്കും. പൈസ എടുക്കാനായിക്കോട്ടെ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിക്കോട്ടെ, എല്ലാ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവകാശങ്ങളും ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർക്കായിരിക്കും. എപ്പോഴാണോ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ മരിക്കുന്നത്, okay, the second account holder can operate the account only on the death of the primary account holder. Primary account holder എന്നാണോ ഇല്ലാതാവുന്നത് അപ്പോൾ മാത്രം സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർക്ക് ഫുൾ അതോറിറ്റി അല്ലെങ്കിൽ ഈ അക്കൗണ്ടിൻ്റെ ഫുൾ കംപ്ലീറ്റ് അവകാശങ്ങളും സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർക്ക് കിട്ടുന്ന തരത്തിലുള്ള ജോയിൻ്റ് അക്കൗണ്ടാണ് ഫോർമർ ഓർ സർവൈവർ. എന്താ പറഞ്ഞത്, 2 അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ മെയിൻ എല്ലാ അവകാശങ്ങളും വരുന്നത് പ്രൈമറി അക്കൗണ്ട് ഹോൾഡർക്കായിരിക്കും. പ്രൈമറി അക്കൗണ്ട് ഹോൾഡറിന് ഡെത്ത് സംഭവിച്ചാൽ മാത്രം സെക്കൻഡറി അക്കൗണ്ട് ഹോൾഡർക്ക് അവകാശങ്ങൾ ലഭിക്കുന്ന അക്കൗണ്ടാണ് ഫോർമർ ഓർ സർവൈവർ എന്ന് പറയുന്നത്. The next one is letter or survivor. ഇതേപോലെ തന്നെയാണ് 2 അക്കൗണ്ട് ഹോൾഡേഴ്സാണ് ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെയും പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ ഉണ്ടായിരിക്കും, സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർ ഉണ്ടായിരിക്കും. ഇവിടെ സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ദ അക്കൗണ്ട്. ഇവിടെ ഫുൾ ഇമ്പോർട്ടൻസ് വരുന്നത് സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർക്കാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് അക്കൗണ്ട് അറ്റ് ദ ടൈം ഹി ഓർ ഷി അലൈവ്, പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ഓൺലി ഓൺ ദ ഡെത്ത് ഓഫ് ദി സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർ. ഓക്കെ, സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം പ്രൈമറി അക്കൗണ്ട് ഹോൾഡർക്ക് അതിൻ്റെ അവകാശങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള അക്കൗണ്ടിനെയാണ് ലെറ്റർ ഓർ സർവൈവർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജോയിൻ്റ് അക്കൗണ്ടുകൾ 4 പഠിച്ചത് കേട്ടോ. ഏതർ ഓർ സർവൈവർ, എനിവൺ ഓർ സർവൈവർ, ഫോർമർ ഓർ സർവൈവർ, ലെറ്റർ ഓർ സർവൈവർ. ദ നെക്സ്റ്റ് വൺ ഈസ് പാർട്ട്ണർഷിപ്പ് ഫേം. ഓക്കെ, അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്? 2 അതിലധികമോ ആൾക്കാർ ചേർന്നിട്ട് ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക, അക്കൗണ്ട് അല്ല ഒരു ബിസിനസ് തുടങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ബിസിനസ് തുടങ്ങുക 2 അതിലധികമോ ആൾക്കാർ കൂടി ചേർന്നിട്ട്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ persons who have agreed to share profits of business carried on by all or any one of them acting for all. ഇവിടെ ഒന്നുകിൽ 2 അതിലധികമോ ആൾക്കാരാന്ന് പറഞ്ഞു, ചിലപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നത്. എനിവേ അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആസ് പെർ RBI instructions
Now registration certificate and partnership deed is to be obtained. Reserve Bank of India'യുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്നും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പാർട്ട്ണർഷിപ്പ് ഡീഡും ആവശ്യപ്പെടണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പാർട്ട്ണർഷിപ്പ് ഡീഡും നമ്മൾ നേരത്തെ ട്രസ്റ്റ് ഡീഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതേപോലെ തന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഉണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ എത്രയാണ്, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് തന്നെയായാലും ഒരു പാർട്ട്ണർഷിപ്പിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. സോ എവറി ബാങ്ക്, ഏത് ബാങ്ക് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങിച്ച് വെക്കേണ്ട 2 ഡോക്യുമെൻറ്റ്സ് ആണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പാർട്ട്ണർഷിപ്പ് ഡീഡും. ഓക്കെ, ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഡസ് നോട്ട് മെൻഷൻ എനിത്തിങ് അബൌട്ട് മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് എത്രയും എന്താ പറയുക, മാക്സിമം നമ്പർ, ഒരു പാർട്ട്ണർഷിപ്പിലെ മാക്സിമം നമ്പർ ഇത്രയും പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറഞ്ഞിട്ടില്ല. ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് പ്രിസ്ക്രൈബ്ഡ്, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 50 ആണ്, 50. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ആസ് പെർ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻസ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് പറയുന്നത് മാക്സിമം നമ്പർ 50 ആണ്. Then in case of death, retirement or insolvency of a partner, account should be stopped if the balance is in debit balance and fresh account should be opened after fresh സാങ്ഷൻ ഓഫ് ലിമിറ്റ്. നമുക്കറിയാം 2-ലധികമോ ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഓപ്പൺ ചെയ്യുന്നത്. സോ ABCD അങ്ങനെ 4 ആൾക്കാരുണ്ട്, അതിലേതെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിനൊന്നും സംഭവിക്കുന്നില്ല, പക്ഷേ അയാളെ ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു അക്കൗണ്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട് വെൻ വൺ പാർട്ട്ണർ റിവോക്സ് ദ അതോറിറ്റി അഗെയിൻസ്റ്റ് ദ അതർ പാർട്ട്ണർ, ഓപ്പറേഷൻ ഇൻ ദ അക്കൗണ്ട് ഷുഡ് ബി സ്റ്റോപ്ഡ്. ഇനി അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടുകൾ റിവോക്ക് ചെയ്ത് ക്യാൻസൽ, സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ദെൻ അടുത്ത ഒരു ടൈപ്പിൽ വരുന്നതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അപ്പോൾ എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണ്. അതേപോലെ തന്നെ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് നടത്തുന്ന കമ്പനികളെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനീസ് ആർ ഡിഫൈൻഡ് ഇൻ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1950. അപ്പോൾ ഒരു കമ്പനീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 1956 കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് കമ്പനി ആക്ട് 2013 recognizes a joint stock company as a legal person with perpetual entity and is distinct from its members. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്നത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, നമ്മൾ അറിയാം എന്താണ് കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നമ്മൾ കമ്പനികളെ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്, നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ഒരു കമ്പനി. അതൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കുകയൊന്നുമില്ല, പക്ഷെ നമുക്കറിയേണ്ടത് ഒരു ബാങ്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ബാങ്ക് ഇവരുടെ കയ്യിൽ നിന്നും ആവശ്യപ്പെടേണ്ട അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ്സിനെ പറ്റിയിട്ട് ഫസ്റ്റ് വൺ ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂഡ് ബൈ രജിസ്ട്രാർ ഓഫ് കമ്പനി. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എല്ലാ കമ്പനികൾക്കും കിട്ടുന്നതാണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ്. ഇറ്റ് ഈസ് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി ആൻഡ് കംപ്ലൈൻസ് ഓഫ് ഓൾ ഫോർമാലിറ്റീസ് ബൈ പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ബാങ്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആവശ്യപ്പെടണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഇതെന്താണ്? ഒരു കമ്പനിയുടെ എല്ലാ പ്രൂഫും, അതായത് പ്രൊമോട്ടേഴ്സ് എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ദ നെക്സ്റ്റ് വൺ, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. എ കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ കനോട്ട് കമൻസ് ബിസിനസ്
until it has obtained certificate to commence business from the concerned registrar of company. Okay, അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മാത്രം കിട്ടിയാൽ പോരാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സും വേണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അതും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതും ആര് വാങ്ങിച്ചു വെക്കണം? ബാങ്കുകൾ വാങ്ങിച്ചു വെക്കേണ്ടതാണ്. ദെൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഒരു കോപ്പിയും ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനീസ് ഫണ്ടമെൻ്റൽ ആൻഡ് അൺആൾട്ടറബിൾ ലോ എംപടീസ് കമ്പനീസ് നെയിം, ഓഥറൈസ്ഡ് ക്യാപിറ്റൽ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി, ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എക്സെട്ര. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കണ്ടൻസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കമ്പനി ലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെല്ലാം നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. സോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഒരു കോപ്പിയും ബാങ്ക് നിർബന്ധമായിട്ടും വാങ്ങി വെക്കേണ്ടതാണ്. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് റെഗുലേഷൻസ് കൺട്രോളിംഗ് ഇന്റേണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി, റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്, റൂൾസ് അബൌട്ട് കണ്ടക്ട് ഓഫ് ദി കമ്പനി മീറ്റിംഗ്സ്, ബിസിനസ് പ്രൊസീജിയർ ഫോർ ബോറോയിങ് ആൻഡ് ലിമിറ്റ് ഓൺ ബോറോയിങ്സ് എക്സെട്ര. അപ്പോൾ ഇൻറ്റേർണൽ ലോ, ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ ലോ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ദാറ്റ് ഈസ് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. അപ്പോൾ ഒരു ബാങ്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തും കൂടെ വാങ്ങിച്ചു വയ്ക്കണം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഒരു കോപ്പിയും കൂടി ആവശ്യപ്പെടേണ്ടതാണ്. ദെൻ കോപ്പി ഓഫ് ബോർഡ്സ് റെസൊല്യൂഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സർട്ടിഫൈഡ് കോപ്പി ഓഫ് ബോർഡ്സ് റെസൊല്യൂഷൻ ഓഥറൈസിംഗ് ടു ബോറോ ഫ്രം ദി ബാങ്ക് വിത്ത് ഡീറ്റെയിൽസ് ഓഫ് ലിമിറ്റ്, security etc. Person who are authorized to sign the security document, operate the bank account, person in whose presence seal of the company will be affixed to the security documents etc. Okay, അപ്പോൾ ബോർഡിൻ്റെ റെസൊല്യൂഷൻ, ബോർഡിൻ്റെ തീരുമാനത്തിൻ്റെ ഒരു കോപ്പി. എന്തിൻ്റെ തീരുമാനത്തിൻ്റെ? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആർക്കൊക്കെയാണ് ഇത് ഡീൽ ചെയ്യാനുള്ള അവകാശം, ആർക്കൊക്കെയാണ് പൈസ വിഡ്രോ ചെയ്യാനുള്ള അവകാശം, എന്തൊക്കെ സെക്യൂരിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ സെക്യൂരിറ്റിയിൽ സൈൻ ചെയ്യാനുള്ള അധികാരം, പിന്നെ മാക്സിമം വിഡ്രോവൽ ലിമിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ബോർഡിൻ്റെ തീരുമാനങ്ങളുടെ ഒരു കോപ്പിയും ആർക്ക് കൊടുക്കണം? ബാങ്കിന് കൊടുക്കേണ്ടതാണ്. ദെൻ കമ്പനീസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ദാറ്റ് ഈസ് CIN. As per RBI guidelines, a company's identification number assigned by the registrar of companies is now compulsory for opening bank account of the company. Okay, then company's identification number ഇത് registrar of companies ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഏതൊരു കമ്പനിയുടെയും പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കമ്പനീസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൂടി വാങ്ങിച്ച് വെക്കണമെന്ന് കമ്പൽസറി ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 10 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷേ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലുനാറ്റിക്സ്. ലുനാറ്റിക്സ് എന്ന് പറയുമ്പോൾ ആരാണ്? അണ്ടർ സെക്ഷൻ 1 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആർ ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് ആരെ സമ്മതിക്കാറില്ല? പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഈസ് ഡിസ്ക്വാളിഫൈഡ്. ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് എന്താണ്? അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ബട്ട് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഡസ് നോട്ട് അപ്ലൈ ടു കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് സാനിറ്റി. ഓക്കെ, അത് ലുനാറ്റിക്സ്, ലുനാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ടുള്ളതല്ല. ചില സമയത്ത് മാത്രം മനസ്സിൻ്റെ നില അല്ലെങ്കിൽ മാനസിക നില തെറ്റുന്ന ഒരു അവസ്ഥയാണ് ലുനാസി എന്ന് പറയുന്നത്. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലുനാറ്റിക്സിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടോ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ടോ ബാങ്ക് സമ്മതിക്കാറില്ല. ബട്ട് എന്താണ്? അയാൾ സ്ഥിരത, ബുദ്ധിസ്ഥിര അല്ലെങ്കിൽ ഓർമ്മ, സാധാരണ നോർമൽ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം? അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ അനുവദിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഹവർ നോ ബാങ്കർ വുഡ് നോയിങ്ലി ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ബിക്കോസ് he then would have to face the difficulty of choosing whether check was made during the period of
സാനിറ്റി. ഇവിടെ ഇവരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ചെക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ചെക്ക് ഡ്രോ ചെയ്തത് അയാൾ നോർമലായിട്ടുള്ള സമയത്താണോ അല്ലാത്ത സമയത്താണോ എന്ന് തീരുമാനിക്കാനായിട്ട് ബാങ്കിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് ഇവരെ പറ്റിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സമ്മതിക്കാത്തത്. ഓക്കെ, ഇഫ് എ ബാങ്കർ റിസീവ്സ് നോട്ടീസ് ആൻഡ് ഈസ് ഷുവർ ദാറ്റ് ആൻ അക്കൗണ്ട് ഹോൾഡർ ഹാസ് ബിക്കം എ lunatic, he should stop all operations in the account till such time the customer becomes normal. നമ്മൾ ഒരാൾ നല്ല ബുദ്ധി, അതായത് നോർമലായിരിക്കുന്ന സമയത്ത് ഒരാളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, പക്ഷേ ഇയാൾ അബ്നോർമലായി എന്നുള്ളൊരു നോട്ടീസ് ബാങ്കിലേക്ക് കിട്ടി, അതായത് അയാളുടെ റിലേറ്റീവ്സ് ഇൻഫോം ചെയ്തിരിക്കണം. എന്താ, ഇന്ന ആൾക്ക് ഇപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ്, നോർമൽ അല്ലാണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ബാങ്കിന് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് പിന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, the banker should obtain a certificate of sanity from competent authority, after which such a person is allowed to operate the account. ഓക്കെ, അയാൾ നോർമൽ അല്ലാത്ത സമയത്ത് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടത്താൻ സമ്മതിക്കില്ല. എപ്പോഴാണോ ഇയാൾ നോർമൽ ആവുന്നത് അപ്പോൾ എന്ത് വേണം, ഇയാളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അത് ബാങ്കിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ബാങ്ക് ഈ അക്കൗണ്ട് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബാങ്ക് സമ്മതിക്കത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് ടൈപ്പിൽ വരുന്നതാണ് ക്ലബ്സ് ആൻഡ് associations. Okay, അപ്പോൾ clubs and associations, committees, funds etc. are non-trading organizations. They have no legal entity unless they are incorporated under Companies Act. ഇപ്പോൾ ക്ലബ്ബുകളായിക്കോട്ടെ അസോസിയേഷൻസ് ആയിക്കോട്ടെ ഇവരെല്ലാം എന്താണ്, അവർക്കൊരു ലീഗൽ വാലിഡിറ്റി ഇല്ല. ഇവർ വാലിഡിറ്റി വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ഇഫ് ദ സൊസൈറ്റി ഓർ ക്ലബ്സ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദി Societies Registration Act 1960 or Companies Act. ഇപ്പോൾ ഇതിലേതെങ്കിലും രജിസ്ട്രേഷൻ, ഇപ്പം കമ്പനീസ് ആക്ട് പ്രകാരമോ സൊസൈറ്റീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കോപ്പി, എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദാറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു ദി ബാങ്ക്. ഇപ്പോൾ എന്തായിക്കോട്ടെ, ക്ലബ്ബ് ആയിക്കോട്ടെ അസോസിയേഷൻ ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തു, ഇപ്പോൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമോ കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ബാങ്കിലേക്ക് കൊടുക്കണം. ദെൻ the bank should obtain a certified copy of the bylaws, rules and regulation. ബാങ്ക് അതുപോലെ തന്നെ ഇതിൻ്റെ കോപ്പിയോടൊപ്പം തന്നെ ഇതിൻ്റെ നിയമവശങ്ങൾ അടങ്ങിയ ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം വാങ്ങിച്ച് വെക്കണം. എന്തിൻ്റെ പേരിൽ, ക്ലബിൻ്റെ അസോസിയേഷൻസിൻ്റെയൊക്കെ കേസിൽ. ദെൻ എ ലിസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി മാനേജിങ് കമ്മിറ്റി ഈസ് ടു ബി ഓപ്പറേറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജിങ് കമ്മിറ്റി എത്ര ആൾക്കാരാണുള്ളത് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റും ബാങ്കിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. The next one, a certified copy of the resolution passed by the committee to open a bank account together with the details of authorized signatories and instructions regarding the operation of the account should be obtain. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ കൂടിയിട്ടുള്ളൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയതിൻ്റെ ഒരു കോപ്പി ബാങ്കിന് കൊടുക്കണം. അതിലെന്തൊക്കെ അടങ്ങിയിരിക്കണം, ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നടങ്ങിയിട്ടുള്ള ഒരു ബോർഡ് മീറ്റിംഗ് കൂടി പാസ്സാക്കിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ്റെ കോപ്പിയും ബാങ്കിലേക്ക് കൊടുത്തിരിക്കണം. ദെൻ the account must be properly introduced. കറക്റ്റായിട്ട് ബാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ. ഒരെണ്ണം കൂടെ ഉണ്ട്, സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് അല്ല എങ്കിലും നമുക്ക് ഇതും സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. These entities are established under Cooperative Societies Act. ഇവർ വർക്ക് ചെയ്യുന്നത് Cooperative Societies Act പ്രകാരമാണ്. They are governed by their respective rules and bylaws. നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് അവരുടേതായ നിയമങ്ങൾ വഴിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ മിസ്സിന് ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമ്മുടെ എൻട്രിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻട്രിയിൽ നമ്മുടെ CSEBയുടെ കോഴ്സ്, പുതിയ കോഴ്സുകൾ
ആരംഭിച്ചിട്ടുണ്ട്. ക്ലർക്കിനായാലും കാഷ്യറിനായാലും എന്തിനായാലും തന്നെയായിട്ടുള്ള എക്സാമിനുള്ള നല്ല നല്ല ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതേപോലെ മെൻറ്റർഷിപ്പ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്ന മെൻറ്റേഴ്സ്, എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റാവുന്ന ഒരു മെൻറ്റർഷിപ്പ് ഇവിടെയുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം, ഇവിടെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതെല്ലാവരും നോട്ട് ചെയ്യുക. നമുക്ക് എൻട്രി നമ്മുടെ CSEBയുടെ ഒരു പ്രത്യേകതയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റഡീസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. ഒരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല മാർക്ക് CSEBയിൽ സ്കോർ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതെല്ലാവരും എടുത്ത് നോക്കുക, ക്ലാസ്സുകൾ കാണാം. ഓക്കെ, താങ്ക് യു.